ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലൻഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ് വിത്ത് മൈ ബേബിയാണ്. കുറേ പേര് ചോദിച്ച വീഡിയോ ആണിത്. ഞാൻ കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ വെച്ചാൽ, ഡേ കെയറിൽ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അല്ലാതെ അവനുള്ള സമയത്ത് പഠിത്തമൊക്കെ നടക്കുന്നത് അവനെ മടിയിലെടുത്ത് വെച്ചിട്ടൊക്കെയാണ് പഠിക്കുകയും അസൈൻമെൻറ്റും ഒക്കെ ചെയ്യുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ എല്ലാം മാനേജ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് നേരം ഞാൻ സ്ക്രീൻ ടൈമൊന്നും അവന് അങ്ങനെ കാണിക്കാറില്ല. ഡെയിലി അവന് ഒരു ടൈം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം മാത്രമേ ഞാൻ ടി വി ഒക്കെ കാണിക്കത്തുള്ളൂ. പിന്നെ മാക്സിമം വർക്കൊക്കെ ചെയ്യുന്നത് അവൻ ഉറങ്ങിയതിന് ശേഷമാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റും അസൈൻമെൻറ്റും അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ എനിക്കിന്ന് അവനായിട്ടൊന്ന് പുറത്ത് പോകണം. കാരണം IRD നമ്പറൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് മോന്. അതിനായിട്ട് ഞങ്ങൾ സെൻറ്ററിൽ എത്തിയത്. സെൻറ്ററിലാണ് മോൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു IRD നമ്പറിന് വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെയർഹൗസിലെത്തി. വെയർഹൗസിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. പിന്നെ എനിക്കും ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. ഒരുപാട് ക്ലിയറൻസ് സെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലിയറൻസ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് അവരിട്ടേക്കുമായിരിക്കും. നല്ല അഫോർഡബിളാണ് ഈ ക്ലിയറൻസ് സെയിലിലൊക്കെ സാധനം മേടിച്ചാൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നേരത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കയറി നിന്നു മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അപ്പാർട്ട്മെൻറ്റ് ക്രോസ് ചെയ്ത് നമ്മുടെ ഈ വിക്ടോറിയ പാർക്കിലൊന്ന് എത്തി. വിക്ടോറിയ പാർക്കിൽ വന്നത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, ബബ്ലൂസിനെ ഒന്ന് കളിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാർക്കിൽ വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ബബ്ലൂസ് നല്ല ഉറക്കമായി. സ്ട്രോളറി ഇരുന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല ഉറങ്ങിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നു. ജസ്റ്റ് സ്പ്രിങ് സീസൺ അല്ലേ, അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് കണ്ട് നല്ല ഭംഗിയായിട്ട് സ്പ്രിങ് സീസൺ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസണാണ് സ്പ്രിങ് സീസൺ എന്ന് പറയുന്നത്. വിൻ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സീസണും. അപ്പോൾ സ്പ്രിങ് സീസണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറേ നേരം ഞാനിവിടെ ചുമ്മാതിരുന്നു. പിന്നെ കുഞ്ഞിനെ വെച്ച് പഠിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ ഫാമിലിയും കൊണ്ടുപോയി നമ്മുടെ അക്കാഡമിക്സ് എല്ലാം നന്നായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.